ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം ലബാക്ഷി ടെമ്പിളാണ്. സോ ഞങ്ങൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം നമ്മളെ ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് പതുക്കെ പോവാം. ലബാക്ഷി ടെമ്പിൾ എന്ന ആന്ധ്രാപ്രദേശിലാണ്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ അവിടേക്ക് അറൗണ്ട് 120 to 130 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് തൊട്ട് അവിടെ വരെയുള്ള റോഡ് നല്ല സ്മൂത്ത് റോഡാണ്. നമ്മൾ ഹൈവേ വെച്ച് പിടിച്ചാൽ മതി. അത് കാരണം കൊണ്ട് ഡ്രൈവിങ് നല്ല സുഖമായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ ടൈമിൽ നമ്മൾ ഈ ലബാക്ഷി ടെമ്പിളിലേക്ക് എത്തണേക്കാൻ മുന്നേ നമുക്ക് 1-2 സ്ഥലത്ത് കൂടി വേറെ കയറണം. നമ്മൾ ജഡായു പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പിന്നെ നന്ദിയുടെ ഒരു വലിയൊരു പ്രതിമയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് വിഷ്വലിൽ നമ്മളെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി പോയിട്ട് നമുക്ക് ആ 2 സ്ഥലം കൂടി കവർ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ലബാക്ഷി ടെമ്പിളും കൂടി കണ്ടിട്ട് വരാം. ഓക്കെ. സോ ഇതാണ് ജഡായു തീം പാർക്ക്. ജഡായുവിൻ്റെ ഒരു അടിപൊളി ഒരു പ്രതിമ. പറ്റും. പിന്നെ ഈ ജഡായു പാർക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു പിക്നിക് പോലെയൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഫുഡ് ഐറ്റംസ്, ജ്യൂസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ്.
അപ്പോൾ ഈ സ്റ്റെയർസ് കയറി നമ്മൾ മേളിൽ പോയിട്ട് അവിടെ ഒരു കോണി ഉണ്ട്. ആ കോണി കടന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മറ്റേ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കണ്ടില്ലേ ആ ഒരു നമ്മുടെ ആ ഒരു വലിയ സ്റ്റാച്ചു നമുക്ക് മേളിൽ പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇത് കൂടെ മേളിലോട്ട് കിടക്കാം. அதுக்குள்ள என்ன யாரு சொன்ன? எப்படி இருந்தாலும் போகணும். നമ്മൾ ടോപ്പിലോട്ട് എത്തിയില്ല. ഇതാണ് നമ്മൾ താഴ്ത്തുനിന്ന് കണ്ട ജഡായിന്റെ രൂപം. പാവം ഇത് എന്നത് ബ്രോ? ഇവിടെ കുറെ കല്ലില് ഇങ്ങനെ കുത്തിയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഏറ്റവും ടോപ്പിൽ ടെമ്പിൾ மாதிரி இருக்குல்ல. സോ ഇതാണ് നമ്മുടെ നന്ദിയുടെ പ്രതിമ. വളരെ നല്ല വലിപ്പമുള്ള ഒരു പ്രതിമയാണ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പ്രതിമ നല്ല ഫിനിഷിങ് ആയിട്ടുള്ള വർക്കാണ്. ഇവിടെയൊക്കെ നമ്മൾ ഈ ഫാമിലി ആയിട്ടും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള കുറേ നല്ല സ്ഥലമാണിത്. ഇവിടെ നമുക്ക് അവിടെ ഒരു ലേക്ക് പോലത്തെ ഒരു ഇതുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് അതും കൂടി കണ്ടിട്ട് വരാം. സോ നമ്മൾ ഈ നന്ദിയുടെ സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നല്ല രസമുണ്ടാണ്. നോക്കി അത് കഴിഞ്ഞാൽ ഇപ്പുറ സൈഡിൽ നമ്മുടെ ലപാക്ഷിയുടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഈ സ്ഥലങ്ങൾ ഇപ്പം നമ്മൾ ഈ ലപാക്ഷി ടെമ്പിളിലേക്ക് പോകുന്നതിന് മുന്നുള്ള ഈ 2 സ്ഥലങ്ങളും നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിരിക്കണം. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളും കണ്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് ലപാക്ഷി ടെമ്പിളിലേക്ക് അങ്ങനെ പോകാൻ പറ്റും. അപ്പം നമ്മുടെ ജഡായു പാർക്കും നന്ദിയുടെ സ്റ്റാച്ചുവും കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ ലപാക്ഷി ടെമ്പിളിലോട്ട് പോവാണ്. ലപാക്ഷി ടെമ്പിളിൽ നല്ല മനോഹരമായിട്ടുള്ള കുറേ നമ്മുടെ ആർട്ട് വർക്കുകൾ കാണാൻ പറ്റും. കുറേ നമ്മളിപ്പോൾ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ നല്ല രസകരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ കല്ലുമ്മയുള്ള കുറേ കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പോയിട്ട് ആ വിഷ്വൽസൊക്കെ മാക്സിമം എടുക്കാൻ പറ്റും നോക്കാം. ക്യാമറ അലൗഡ് അല്ല, മൊബൈൽ ക്യാമറ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കണ്ടത്. നമുക്ക് അവിടെ പോയിട്ട് അവിടെയുള്ള ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം. നമുക്ക് റിസ്ക് എടുക്കണ്ട. ആദ്യം ചോദിച്ചിട്ട് അലൗഡ് ആണെങ്കിൽ മാത്രം നമുക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് കടന്നിട്ടാണ് നമ്മുടെ ടെമ്പിൾ വരുന്നത്.